നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് ഐശ്വര്യ ദേവിയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അടുത്തു തന്നെ വരും എന്നാണ് ദേവി പറയുന്നത്. അതായത് സമ്പദ് സമൃദ്ധി, സമാധാനം, ആരോഗ്യം, അറിവ് എന്നിവ നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതിന് അധികം കാലതാമസമില്ല. അതുകൊണ്ട് ആത്മീയവും ശാരീരികവും മാനസികവുമായ പരിശുദ്ധി നിങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. കൂടാതെ സകലവിധ ഐശ്വര്യങ്ങളെയും സ്വീകരിക്കുന്നതിന് മനസ്സ് തുറന്ന് തയ്യാറെടുക്കുക. യോഗിനി ദേവിയാണ്. സ്വയം അന്വേഷിക്കുകയും തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചഞ്ചലതയെ മറികടക്കാൻ നിങ്ങൾക്ക് ആവും. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ വളരെയധികം ചഞ്ചലമാണ്. അതായത് അപ്സ് ആൻഡ് ഡൗൺസ്, വേണോ വേണ്ടയോ, ശരിയാകുമോ ശരിയാവില്ലേ എന്നിങ്ങനെയുള്ള ചിന്തയിലൂടെ നിങ്ങൾ വലഞ്ഞിരിക്കുകയാണ്. ഈ തടസ്സത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആത്മസത്തയെ അന്വേഷിക്കുക, അത് തിരിച്ചറിയുക, അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അടുത്തതായി ആദിലക്ഷ്മി ദേവിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ വരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇത്തരം ധനം, അമിത ചെലവുകൾ നിങ്ങളെ ദരിദ്രനാക്കും എന്നുള്ള മുന്നറിയിപ്പോടു കൂടി കൈകാര്യം ചെയ്യുക. നിങ്ങൾ ലഭിക്കുന്ന ധനം ദൂർത്തടിക്കരുത്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ചെലവഴിക്കുക. മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം ഈ ധനം നിങ്ങളെ വിട്ടു പോകുന്നതായിരിക്കും, മറ്റുള്ള മോശം കർമ്മത്തിലേക്കും നയിക്കുന്നതായിരിക്കും. ഇന്ദിരാദേവിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ ഒരു പുതിയ ഉത്ഭവം സംഭവിക്കാൻ സമയമായിരിക്കുന്നു. കുട്ടികളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഒരു ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അല്ലാത്തവർക്ക് നിങ്ങളിൽ ഒരു പുതിയ ഉത്ഭവം, ഒരു പക്ഷേ ഒരു കഴിവ്, പുതിയ പ്രതിഭകൾ നിങ്ങളിൽ ഉത്ഭവിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ഉത്ഭവവും ആയിരിക്കാം. ഈ വീഡിയോ കാണുന്ന പലരും ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ്. നിങ്ങൾ ആത്മീയ പാതയിൽ ഉള്ളവരാണ്. നിങ്ങളുടെ 6 ചക്രങ്ങളും അലൈൻമെൻറ്റിലായിരിക്കണം. നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും അലൈൻ ചെയ്താൽ മാത്രമേ ആ പ്രപഞ്ചശക്തി നിങ്ങളിലൂടെ പ്രവഹിക്കുകയുള്ളൂ. അതുകൊണ്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പിന്തുടർന്ന് ദൈവിക ശക്തി സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം എന്നാണ് പറയുന്നത്.